CMF ഫോൺ 1 പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സൈസാണ് 252 MB. ഇത് ആഗസ്റ്റിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സും ബഗ് ഫിക്സസും ഒക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ വിഡ്ജറ്റ്സിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. പിന്നെ ഗീക്ക് ബെഞ്ച് സ്കോറും പിന്നെ ആറ്റിറ്റ്യൂഡ് സ്കോറും പിന്നെ വൈൽഡ്ലൈഫ് സ്ട്രെസ് ടെസ്റ്റൊക്കെ ഞാൻ ചെയ്ത് നോക്കി ബിഫോർ ദ അപ്ഡേറ്റ് ആൻഡ് ആഫ്റ്റർ ദ അപ്ഡേറ്റ്. വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല സ്കോർസിൽ. അപ്പോൾ അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയില്ലേ. ഒരു 2-3 പോയിൻ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. രാവിലെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് വിഡ്ജറ്റ്സിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ബഗ് ഫിക്സസും പിന്നെ ജനറൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് വിഡ്ജറ്റ്സിന് തുടങ്ങാം. ആദ്യത്തെ വിഡ്ജറ്റ്സിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നോക്കാം. ഷെയർഡ് വിഡ്ജറ്റ്സ് നൗ സപ്പോർട്ട് മോർ സ്റ്റിക്കർ ടൈപ്സ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ നത്തിങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ CMFൻ്റെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്ജറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റും. അത് പണ്ടത്തെ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കൂടെ പണ്ട് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻസ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് വേറെ നത്തിങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ CMFൻ്റെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. അടുത്തതാണ് കൗണ്ട് ഡൗൺ വിഡ്ജറ്റ് ഈസ് അപ്ഗ്രേഡഡ് വിത്ത് എ ന്യൂ റിക്വയറിംഗ് ഓപ്ഷൻ ആൻഡ് അഡീഷണൽ ഷേപ്പ് ചോയ്സസ്. ഇപ്പോൾ വേറെ ഒന്നുമില്ല, ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ സ്ക്രീനിൽ പോയിട്ട് ലോങ് പ്രസ് ചെയ്യുമ്പോൾ വിഡ്ജറ്റ്സിൽ പോവുക. ഇവിടെ കൗണ്ട് ഡൗണിൽ പോയിട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടണമെങ്കിൽ കൗണ്ട് ഡൗൺ ടൈമർ വലിയ ഇടണമെങ്കിൽ അത് പേരിടുക, ഡേറ്റ് ഇടുക, പിന്നെ ഫോർമാറ്റ് ഇടുക. പിന്നെ ഇവിടെ ആദ്യം ഈ ഷേപ്സ് ഉണ്ടായിരുന്നല്ലോ, ആദ്യം 6 ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ 6 കൂടി എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ 12 ഉണ്ട് ഇവിടെ. പിന്നെ പുതിയത് റെക്യൂറിങ്. ഈ കൗണ്ട് ഡൗൺ ടൈമിൽ നമ്മൾ ബർത്ത്ഡേ ഡേറ്റ് അല്ലെങ്കിൽ ആനിവേഴ്സറി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, റെക്യൂറിങ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെവർ ഉണ്ട്, വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ഇയർലി ഉണ്ട്. അപ്പോൾ വീക്ക്ലി വേണമെങ്കിൽ വീക്ക്ലി സെലക്ട് ചെയ്യുക, മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി സെലക്ട് ചെയ്യുക, ഇയർലി വേണമെങ്കിൽ ഇയർലി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇയർലി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്തിരിക്കുന്നത് ഈ അപ്ഡേറ്റിൽ. ഇപ്പോൾ അടുത്തതാണ് പീഡോമീറ്റർ ആൻഡ് സ്ക്രീൻ ടൈം നൗ സപ്പോർട്ട് ഷെയറിങ്. ഇപ്പോൾ നമ്മുടെ പീഡോമീറ്റർ വിഡ്ജറ്റും സ്ക്രീൻ ടൈം വിഡ്ജറ്റും നമുക്ക് വേറെ നത്തിങ്ങിൻ്റെ ഫോണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. നത്തിങ്ങിൻ്റെ ഫോണും CMFൻ്റെ ഫോണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നത്തിങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ CMFൻ്റെ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര സ്റ്റെപ്സ് നടന്നു, പിന്നെ നിങ്ങളുടെ എത്ര സ്ക്രീൻ ടൈമായി, അതൊക്കെ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് വിഡ്ജറ്റ്സിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അടുത്തത് ജനറൽ ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് ബഗ് ഫിക്സസ്. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ആഡ് എ ഡിഫോൾട്ട് ഗാലറി സെലക്ഷൻ ഫോർ പ്രിവ്യൂയിങ് ഫോട്ടോസ് ഇൻ ക്യാമറ സെറ്റിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാമറയിലൊന്നും പോവുക. ക്യാമറയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ 3 ഡോട്ട് കാണാണ്ടല്ലോ, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡീഫോൾട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. പണ്ട് നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ആയിരുന്നു, നമ്മൾ എന്തെങ്കിലും ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ഫോട്ടോസിൽ പോയിട്ടാണ് കാണാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഡീഫോൾട്ടായിട്ട് ഏതാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. നത്തിങ് ഗാലറി വേണമെങ്കിൽ നത്തിങ് ഗാലറി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് വേണമെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് എൻഹാൻസ് സ്റ്റെബിലിറ്റി ഓഫ് ദ ക്യാമറ. ഇപ്പോൾ അപ്ഡേറ്റിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ കിട്ടിയിട്ടില്ല ഇവർ പറയണ മാതിരി. ഇപ്പോൾ മൂന്നാമത്തെ നോക്കുകയാണെന്ന് വെച്ചാൽ റിസോൾവ് ബ്ലൂടൂത്ത് കോൾ ഇഷ്യൂസ് ഇൻ ടെലിഗ്രാം വെൻ കണക്റ്റഡ് ടു സം വാച്ചസ് ഓർ ഇയർബഡ്സ്. ഇപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ വലിയ കോളൊക്കെ ഇയർബഡ്സിലോ അല്ലെങ്കിൽ വാച്ചിലോ ടെലിഗ്രാമിന് വന്ന കോൾ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ പണ്ട് ചെറിയ എന്തൊക്കെ ബഗ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ഞാൻ പേഴ്സണലി ടെലിഗ്രാമിൽ കോളൊന്നും വിളിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ കോൾ വിളിക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ വല്ലതും ബഗ്സ് ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതാണ് ഫിക്സ്ഡ് ഇൻ്റർഫോൺ ഡിസ്പ്ലേ ഇഷ്യൂസ് ഇൻ ഇൻസ്റ്റഗ്രാം, സുബിറ്റോ ആൻഡ് അതർ ആപ്സ്. ഇപ്പോൾ നമുക്ക് ചില ക്യാരക്ടേഴ്സും ചില സിമ്പിൾസൊക്കെ നമുക്ക് ആ ഫോണിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഇൻസ്റ്റഗ്രാമിലൊക്കെ റെഡി ആക്കണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ പോകണം. ഇപ്പോൾ ഡിസ്പ്ലേയിൽ പോവാം, നമുക്ക് മീൻസ് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫോണ്ട് ആൻഡ് ഡിസ്പ്ലേ സൈസിൽ പോവാം. ഫോണ്ട് ആൻഡ് ഡിസ്പ്ലേ സൈസിൽ പോയിട്ട് ഇവിടെ ഡീഫോൾട്ട് ഫോണ്ട് റോബോട്ടോ ഉണ്ടാവും, ഇൻ്റർനെറ്റ് ഉണ്ടാവും. ഇത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ സ്നാപ്ചാറ്റിലോ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ചില സിമ്പിൾസൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അത് സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ അടുത്തത് അപ്ഡേറ്റഡ് ആഗസ്റ്റ് സെക്യൂരിറ്റി പാച്ച് എൻഹാൻസ് സിസ്റ്റം സ്റ്റെബിലിറ്റി ആൻഡ് ഓപ്റ്റിമൈസ് സിസ്റ്റം പെർഫോമൻസ്. അപ്പോൾ ഞാൻ ഗീക്ക് ബെഞ്ചും വൈൽഡ്ലൈഫ് സ്ട്രെസ് ടെസ്റ്റൊക്കെ നടത്തി നോക്കിയപ്പോൾ സ്കോർസിൽ വലിയ മാറ്റമൊന്നുമില്ല ബിഫോർ ദ അപ്ഡേറ്റ് ആൻഡ് ആഫ്റ്റർ ദ അപ്ഡേറ്റ്. അപ്പോൾ പെർഫോമൻസിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. അത് ഞാൻ എൻ്റെ ലോങ് ടേം റിവ്യൂവിൽ പറയാം. ക്യാമറയിൽ വല്ലതും
മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ, മീൻസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടോ, അത് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടോ ഒക്കെ ഞാൻ പറയാം. CMA ഫോൺ വന്ന് കുറച്ച് ദിവസം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.